ഒരിടത്തൊരിടത്ത് മനോഹരമായ ഒരു കാട്ടിൽ വലിയൊരു ആൽമരത്തിന്റെ ചില്ലകളിൽ ഒരുപാട് കാക്കകൾ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. അവരുടെ കൂട്ടത്തിൽ കുഞ്ഞൻ എന്നൊരു കാക്കയുമുണ്ടായിരുന്നു. ആളൊരു കുഞ്ഞനായിരുന്നെങ്കിലും അവന്റെ തലനിറയെ ബുദ്ധിയായിരുന്നു. അങ്ങനെയിരിക്കെ ആ നാട്ടിൽ അതികഠിനമായൊരു വേനൽക്കാലം വന്നു. സൂര്യന്റെ ചൂടിൽ പുഴകളും കുളങ്ങളുമെല്ലാം വറ്റി വരളാൻ തുടങ്ങി. കാട്ടിലെ മൃഗങ്ങളെല്ലാം ദാഹം സഹിക്കവയ്യാതെ വിഷമിച്ചു. നമ്മുടെ കുഞ്ഞൻ കാക്കയും വെള്ളം കിട്ടാതെ അങ്ങുമിങ്ങും പാറി നടന്നു. ഒരുപാടലഞ്ഞ ശേഷം ദൂരെയൊരു വീടിന്റെ മുറ്റത്ത് ഒരു വലിയ മൺഭരണി അവന്റെ കണ്ണിൽപ്പെട്ടു. അവൻ വേഗം പറന്നു ചെന്ന് ഭരണിയിൽ നോക്കി. ഹായ്, അതിന്റെ അടിയിൽ കുറച്ചു വെള്ളം. പക്ഷെ വെള്ളം ഒരുപാട് താഴെയായിരുന്നതുകൊണ്ട് കുഞ്ഞന്റെ കൊക്കിന് അതെത്താനായില്ല. കുഞ്ഞൻ ഒരു നിമിഷം നിരാശനായെങ്കിലും അവൻ തോൽക്കാൻ തയ്യാറായിരുന്നില്ല. അവൻ ചുറ്റുമൊന്ന് ശ്രദ്ധിച്ചു നോക്കി. അപ്പോഴാണ് മുറ്റത്ത് ചിതറിക്കിടക്കുന്ന കുറെ ചെറിയ കല്ലുകൾ അവന്റെ കണ്ണിൽപ്പെട്ടത്. ഉടനെ കുഞ്ഞന്റെ കുഞ്ഞൻ തലയിലൊരു മിന്നായം പോലെ ഒരു ബുദ്ധി തെളിഞ്ഞു. പിന്നെ ഒട്ടും വൈകിയില്ല. കുഞ്ഞൻ കാക്ക ഓരോരോ കല്ലുകളായി തന്റെ കൊക്കിൽ കൊത്തിയെടുത്ത് ഭരണിക്കുള്ളിലേക്കിടാൻ തുടങ്ങി. ടപ്പ് ടപ്പ്. ഓരോ കല്ല് വീഴുമ്പോഴും ഭരണിയിലെ വെള്ളം പതിയെ പതിയെ മുകളിലേക്ക് ഉയർന്നു വന്നു. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ഇതാ വെള്ളം ഭരണിയുടെ വക്കോളം എത്തിയിരിക്കുന്നു. കുഞ്ഞൻ കാക്ക സന്തോഷത്തോടെ തന്റെ ദാഹം തീരുവോളം വെള്ളം കുടിച്ചു. അങ്ങനെ തന്റെ ബുദ്ധിയും കഠിനാധ്വാനവും കൊണ്ട് കുഞ്ഞൻ കാക്ക സ്വന്തം ജീവൻ രക്ഷിച്ചു. കണ്ടില്ലേ കൂട്ടുകാരെ, ശരീരത്തിന്റെ വലിപ്പത്തിലല്ല കാര്യം. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചാൽ ഏത് പ്രതിസന്ധിയെയും നമുക്ക് തരണം ചെയ്യാം. ബുദ്ധിയാണ് ഏറ്റവും വലിയ ശക്തി.